നമ്മളൊരു റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സിനായിരിക്കും മുൻഗണന കൊടുക്കുക? ഒന്ന്, നമുക്ക് കിട്ടുന്ന പെൻഷൻ ഗ്യാരണ്ടീഡ് ആയിരിക്കണം. രണ്ട്, ഈ പെൻഷൻ നമുക്ക് ലൈഫ് ലോങ് കിട്ടണം. മൂന്ന്, നമുക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 100% ടാക്സ് ഫ്രീ ആയിരിക്കണം. നാല്, എപ്പോഴെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യണം എന്ന് തോന്നിയാൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവണം. ഈ 4 ബെനിഫിറ്റ്സിനായിരിക്കും ഒരു പെൻഷൻ പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ ഭൂരിഭാഗം പേരും മുൻഗണന കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇത് 4ഉം കമ്പയർ ചെയ്ത് LIC ഇൻട്രൊഡ്യൂസ് ചെയ്ത പെൻഷൻ പ്ലാൻ ആണ് ജീവൻ ഉമംഗ്. എന്താണ് ജീവൻ ഉമംഗ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു 100 ഇയേഴ്സ് പ്ലാൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ റിട്ടയർമെന്റിന് ശേഷം 100 വയസ്സ് വരെ നമുക്ക് ഗ്യാരണ്ടീഡ് പെൻഷൻ തരുന്ന ഒരു പ്ലാൻ ആണ് ജീവൻ ഉമംഗ്. ഇവിടെ നമുക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് തീരുമാനിക്കുന്നത് നമ്മൾ പേ ചെയ്യുന്ന പ്രീമിയത്തിന്റെ ബേസിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് 45 വയസ്സ് പ്രായമുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ റിട്ടയർമെന്റ് ഏജ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് 60 വയസ്സാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ 15 വർഷം കൊണ്ട് പേ ചെയ്യുന്ന പ്രീമിയത്തിന്റെ ബേസിലായിരിക്കും 60 വയസ്സ് മുതൽ എനിക്ക് പെൻഷൻ കിട്ടുക. ഞാൻ ഈ 15 വർഷം എല്ലാ മാസവും 50,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ ഇവിടുത്തെ കാൽക്കുലേഷൻ പ്രകാരം 60 വയസ്സ് മുതൽ എനിക്ക് ഇയർലി 6 ലക്ഷം രൂപ വെച്ച് പെൻഷൻ കിട്ടും. ഇത് മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എല്ലാ മാസവും 50,000 രൂപ വെച്ച് ലൈഫ് ലോങ് എനിക്ക് പെൻഷനായിട്ട് കിട്ടും. അവിടെ കൊണ്ടും തീരുന്നില്ല. ഇതിനു പുറമെ ഈ കാലയളവിൽ നമുക്കൊരു ലൈഫ് ഇൻഷുറൻസ് കവറേജും ഉണ്ടാവും. ഈ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 75 ലക്ഷത്തിനാണ്. അതിന്റെ കൂടെ LICയുടെ ബോണസും ഫൈനൽ അഡീഷൻ ബോണസും കൂടെ ആഡ് ചെയ്ത് ഓരോ വർഷവും നമ്മുടെ ഇൻഷുറൻസ് കവറേജ് ഇതുപോലെ കൂടി 99 വയസ്സാവുമ്പോൾ അത് 4,67,00,000 രൂപയായിട്ട് മാറും. 100 വയസ്സിൽ ഈ പോളിസി മെച്യൂർ ആവുമ്പോൾ ഈ ഫുൾ എമൗണ്ടും ഇൻവെസ്റ്റർക്ക് കൊടുക്കും. ഇനി അഥവാ 100 വയസ്സിന് മുൻപ് ഇൻവെസ്റ്റർക്ക് ഡെത്ത് സംഭവിച്ചാൽ ആ സമയത്ത് ഇൻഷുറൻസ് കവറേജ് എന്താണോ അത് അദ്ദേഹത്തിന് നോമിനിക്ക് കൊടുക്കും. സപ്പോസ് അദ്ദേഹം എക്സ്പയർ ആവുന്നത് 75ാമത്തെ വയസ്സിലാണെങ്കിൽ ആ സമയത്ത് ഇൻഷുറൻസ് കവറേജ് ആയിട്ടുള്ള ഈ 2.5 കോടി രൂപ അദ്ദേഹത്തിന് നോമിനിക്ക് കൊടുക്കും. ഇതാണ് ബേസിക് ആയിട്ട് ജീവൻ ഉമംഗിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യണം എന്ന് തോന്നിയാൽ ആ സമയത്ത് നമ്മുടെ പോളിസി സറണ്ടർ ചെയ്ത് ആ എമൗണ്ട് എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 75ാമത്തെ വയസ്സിൽ നമുക്ക് വലിയൊരു എമൗണ്ടിന്റെ അത്യാവശ്യം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ ആ സമയത്ത് ഇൻഷുറൻസ് കവറേജ് എന്താണോ അതിന്റെ 90% നമുക്ക് പോളിസി സറണ്ടർ ചെയ്തെടുക്കാം. ഇവിടുത്തെ കേസ് പറഞ്ഞാൽ 75ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് കവറേജ് 2.5 കോടി രൂപയാണ്. ഇതിന്റെ 90% എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 2,30,00,000 രൂപ അദ്ദേഹത്തിന് പോളിസി സറണ്ടർ ചെയ്തെടുക്കാം. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, നമുക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പോ ബാങ്ക് FD ആയിട്ട് കമ്പയർ ചെയ്താൽ അതും ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ FDക്ക് ഒരു പ്രശ്നമുണ്ട്. FD റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ലാസ്റ്റ് 21 വർഷത്തെ FD റേറ്റ് നോക്കിയാൽ നമുക്ക് കാണാം ഇത് കുറഞ്ഞു വരുവാണ്. പല രാജ്യങ്ങളിലും ഇത് 0 റേറ്റും നെഗറ്റീവ് റേറ്റും ആയിട്ട് മാറി. ഇത് ചിലപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ നമുക്ക് FDനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ പ്ലാന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് ഇയർലി 6 ലക്ഷം രൂപ വെച്ച് നമ്മുടെ 100 വയസ്സ് വരെ പെൻഷനായിട്ട് തരും എന്നത് ബോണ്ടിൽ പ്രിന്റ് ചെയ്താണ് തരുന്നത്. ആ ബോണ്ടിന് LICയുടെ ഗ്യാരണ്ടിക്ക് പുറമെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളെ FD റേറ്റ് കുറഞ്ഞാലും നമ്മുടെ പെൻഷൻ എമൗണ്ടിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതിന്റെ ടാക്സ് ബെനിഫിറ്റ് ആണ്. അതായത് ജീവൻ ഉമംഗിൽ നിന്ന് കിട്ടുന്ന ഇയർലി പെൻഷൻ, പോളിസി സറണ്ടർ ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, ഇൻവെസ്റ്റർ എക്സ്പയർ ആകുമ്പോൾ നോമിനിക്ക് കിട്ടുന്ന എമൗണ്ടിന് ഒന്നും സെക്ഷൻ 10(10)D പ്രകാരം 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. ഇതിന്റെ എഫക്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമുക്കൊരു ബാങ്ക് FD ഉണ്ടെന്ന് വിചാരിക്കുക. ആ FDയിൽ നിന്ന് നമുക്ക് ഇയർലി 6 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. 30% ടാക്സ് ലാബിലാണ് നമ്മളെങ്കിൽ ഈ 6 ലക്ഷം രൂപയ്ക്ക് 1,80,000 രൂപ ടാക്സ് കൊടുക്കണം. എന്നാൽ ഇതേ പെൻഷൻ ജീവൻ ഉമംഗിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അവിടെ 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. ഇത് ചിലപ്പോ NRIസിന് ഇപ്പോ അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നില്ല. കാരണം NRIസിന് ഇപ്പോൾ ടാക്സ് കൊടുക്കണ്ട. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, എന്തെങ്കിലും നാട്ടിൽ സെറ്റിൽ ആവുമ്പോൾ അന്ന് നമ്മളും ഏതെങ്കിലും ഒരു ടാക്സ് ലാബിൽ വരും. അങ്ങനെ വരുമ്പോൾ ഈ ടാക്സ് കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥനാണ്. അത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഈ രീതിയിൽ പ്ലാൻ ചെയ്താൽ മതി. ഇതൊക്കെയാണ് ജീവൻ ഉമംഗിനെ കുറിച്ച് പറയാനുള്ളത്.
ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ പെൻഷൻ വേണം എന്ന് പ്ലാൻ ചെയ്യുക, അതനുസരിച്ച് പ്രീമിയം പേ ചെയ്യുക. വൺസ് പ്രീമിയം ഫുൾ പേ ചെയ്താൽ പിന്നെ ബാങ്ക് FD റേറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ചോ ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ചോ ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പെൻഷൻ എമൗണ്ട് കൃത്യമായി പറയുന്ന ഡേറ്റിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, അതും ടാക്സ് ഫ്രീ ആയി. ഞാൻ പറയുവാണെങ്കിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പായിട്ടും നമ്മുടെ റിട്ടയർമെന്റ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവണം. വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. അത്